ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം, പണത്തിന് ആവശ്യം വരുമ്പോൾ കൊലപാതകം. കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് കേരളം കേട്ടത് 2022 ഫെബ്രുവരി 6-നാണ്. തിരുവനന്തപുരം അമ്പലമുക്കിലെ വിനീതിയെ കൊലപ്പെടുത്തിയ ആ ദിവസം പലരും അത്ര വേഗം മറക്കാനിടയില്ല. വിനീതിയുടെ 4.5 പവന്റെ മാല കവരുന്നതിനായിരുന്നു ക്രൂരമായ കൊലപാതകം. കേസിൽ അന്തിമവാദം പൂർത്തിയായിരിക്കുന്നു. ഏറെ പ്രമാദമായ അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ഈ മാസം 10-ന് വിധി പറയും. രോഗബാധിതനായ ഭർത്താവ് മരിച്ചതിനെ തുടർന്നാണ് നെടുമങ്ങാട് സ്വദേശിയായ വിനീത അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ജീവനക്കാരിയായി എത്തിയത്. 2022 ഫെബ്രുവരി 6-നായിരുന്നു ദാരുണ കൊലപാതകം. തമിഴ്നാട് കന്യാകുമാരി തോവാള സ്വദേശി രാജേന്ദ്രനാണ് കൊലപാതകം നടത്തിയത്. വിനീതയുടെ 4.5 പവന്റെ മാല കവരുന്നതിനായിരുന്നു കൊല. ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു അമ്പലമുക്കിലെ കൊലപാതകം. പേരൂർക്കടയിൽ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന രാജേന്ദ്രൻ പ്രദേശത്ത് പകൽ സമയം കറങ്ങി നടന്ന ശേഷമാണ് ഒറ്റയ്ക്ക് കണ്ട വിനീതയെ കൊലപ്പെടുത്തിയത്. സമ്പൂർണ്ണ കോവിഡ് നിയന്ത്രണമുണ്ടായിരുന്ന സമയത്ത് ചെടി നനയ്ക്കുന്നതിനായാണ് വിനീത സ്ഥാപനത്തിലെത്തിയത്. ചെടി വാങ്ങാനെന്ന വ്യാജേനയാണ് രാജേന്ദ്രൻ സ്ഥാപനത്തിൽ കടന്നത്. പിന്നീട് പിന്നിൽ നിന്ന് കഴുത്തിൽ കത്തി കുത്തിയിറക്കുകയായിരുന്നു. കേസിലെ 118 സാക്ഷികളിൽ 96 പേര് വിസ്തരിച്ചു. 222 രേഖകളും കോടതിയിൽ ഹാജരാക്കി. 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ് കേസ് പരിഗണിച്ചത്. വാദിഭാഗത്തിനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം.